നമസ്കാരം. ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്നത് വാട്ടർഷെഡ് മാനേജ്മെന്റ് അഥവാ നീർത്തട പരിപാലനത്തെക്കുറിച്ചാണ്. ആദ്യത്തെ ചോദ്യം, എന്താണ് വാട്ടർഷെഡ്? ഒരു നദിയോ അതിൻ്റെ പോഷക നദികളോ ഒഴുകിയെത്തുന്ന വിശാലമായ ഭൂപ്രദേശത്തെയാണ് വാട്ടർഷെഡ് എന്ന് വിളിക്കുന്നത്. ഇതിനെ നീർത്തടം എന്നും പറയുന്നു. അടുത്ത ചോദ്യം, എന്താണ് വാട്ടർഷെഡ് മാനേജ്മെന്റ്? ഒരു വാട്ടർഷെഡ് പ്രദേശത്തെ മണ്ണ്, ജലം, സസ്യസമ്പത്ത് എന്നിവയുടെ സംരക്ഷണവും വികസനവും ലക്ഷ്യമാക്കി നടത്തുന്ന ഏകോപിത പ്രവർത്തനങ്ങളെയാണ് വാട്ടർഷെഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, വാട്ടർഷെഡ് മാനേജ്മെന്റിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ: മണ്ണൊലിപ്പ് തടയുക, ഭൂഗർഭജല ലഭ്യത വർദ്ധിപ്പിക്കുക, മഴവെള്ള സംഭരണം പ്രോത്സാഹിപ്പിക്കുക, കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുക, പരിസ്ഥിതി സംരക്ഷിക്കുക, ഗ്രാമീണ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുക. അടുത്ത ചോദ്യം, കേരളത്തിലെ പ്രധാന വാട്ടർഷെഡ് വികസന പരിപാടികൾ ഏതെല്ലാം? ഇന്റഗ്രേറ്റഡ് വാട്ടർഷെഡ് മാനേജ്മെന്റ് പ്രോഗ്രാം, വാട്ടർ ഡെവലപ്മെന്റ് കമ്പണന്റ് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന, റിവർ ബേസിൻ മാനേജ്മെന്റ് പ്രോഗ്രാംസ്, സോയിൽ ആൻഡ് വാട്ടർ കൺസർവേഷൻ പ്രോജക്ട്സ്, വെസ്റ്റേൺ ഗാർഡ്സ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. അടുത്ത ചോദ്യം, കേരളത്തിൽ വാട്ടർഷെഡ് വികസന പ്രവർത്തനങ്ങളുടെ പ്രധാന നോഡൽ വകുപ്പ് ഏതാണ്? ഡിപ്പാർട്ട്മെന്റ് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ. അടുത്ത ചോദ്യം, കേരളത്തിൽ വാട്ടർഷെഡ് മാനേജ്മെന്റിൽ പങ്കെടുക്കുന്ന പ്രധാന സ്ഥാപനങ്ങൾ ഏതെല്ലാം? ഡിപ്പാർട്ട്മെന്റ് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ, കേരള സ്റ്റേറ്റ് ലാൻഡ് യൂസ് ബോർഡ്, ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്, വാട്ടർഷെഡ് കമ്മിറ്റികൾ. അടുത്ത ചോദ്യം, കേരള സ്റ്റേറ്റ് ലാൻഡ് യൂസ് ബോർഡിന്റെ പ്രധാന ചുമതല എന്താണ്? ഭൂവിനിയോഗ ആസൂത്രണം, ഭൂവിഭവ സംരക്ഷണം, വാട്ടർഷെഡ് അടിസ്ഥാനത്തിലുള്ള വികസന പദ്ധതികൾക്ക് സാങ്കേതിക സഹായം നൽകുക. അടുത്ത ചോദ്യം, വാട്ടർഷെഡ് പദ്ധതികളിൽ നബാർഡിന്റെ പങ്കെന്ത്? വാട്ടർഷെഡ് വികസന പദ്ധതികൾക്ക് ധനസഹായവും സാങ്കേതിക പിന്തുണയും നൽകുക. അടുത്ത ചോദ്യം, വിവിധതരം വാട്ടർഷെഡുകൾ ഏതെല്ലാം? വലിപ്പം, ഡ്രെയിനേജ്, ആകൃതി, ഭൂവിനിയോഗ രീതി എന്നിവയെ ആശ്രയിച്ച് വിവിധതരം വാട്ടർഷെഡുകൾ നിലവിലുണ്ട്. ആദ്യത്തേത് മാക്രോ വാട്ടർഷെഡാണ്. ഇത് 50,000 ഹെക്ടറിൽ കൂടുതലുള്ള പ്രദേശങ്ങളിൽ കാണപ്പെടുന്നു. രണ്ടാമത്തേത് സബ് വാട്ടർഷെഡാണ്. ഇത് 10,000 മുതൽ 50,000 ഹെക്ടർ വരെയുള്ള സ്ഥലത്ത് കാണപ്പെടുന്നവയാണ്. അടുത്തത് മില്ലി വാട്ടർഷെഡാണ്. 1000 മുതൽ 10,000 ഹെക്ടർ പ്രദേശത്ത് കാണപ്പെടുന്നു. അടുത്തത് മൈക്രോ വാട്ടർഷെഡാണിത്. 100 മുതൽ 1000 ഹെക്ടർ പ്രദേശത്ത് കാണപ്പെടുന്നു. മിനി വാട്ടർഷെഡ് അത് 1 മുതൽ 100 ഹെക്ടർ പ്രദേശത്ത് കാണപ്പെടുന്നു. അടുത്ത ചോദ്യം, വാട്ടർഷെഡ് ഡിഗ്രഡേഷന്റെ പ്രധാന കാരണങ്ങൾ എന്തെല്ലാം? വനനശീകരണം, അനിയന്ത്രിതമായ കൃഷിരീതികൾ, നഗരവൽക്കരണം, മണ്ണൊലിപ്പ്, കാലാവസ്ഥാ മാറ്റം. അടുത്ത ചോദ്യം, കേരളത്തിലെ വാട്ടർഷെഡ് മാനേജ്മെന്റിന്റെ പ്രാധാന്യം എന്താണ്? പ്രളയ നിയന്ത്രണം, വരൾച്ച ലഘൂകരണം, കുടിവെള്ള ലഭ്യത വർദ്ധിപ്പിക്കൽ, ഭൂഗർഭജല പുനർനിറവ്, ജൈവ വൈവിധ്യ സംരക്ഷണം, കാർഷിക വികസനം. അടുത്ത ചോദ്യം, വാട്ടർഷെഡ് മാനേജ്മെന്റിലെ പ്രധാന പ്രവർത്തനങ്ങൾ: ചെക്ക് ഡാം നിർമ്മാണം, കോണ്ടൂർ ബണ്ടിംഗ്, മഴവെള്ള സംഭരണം, വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കൽ, ഗല്ലി പ്ലഗിംഗ്, ടെറസിംഗ്. അടുത്ത ചോദ്യം, എന്താണ് ഗല്ലി പ്ലഗിംഗ്? മണ്ണൊലിപ്പ് തടയുന്നതിനും ജലസംരക്ഷണത്തിനുമായി ചെറിയ നീരൊഴുക്കുകളിലോ ചാലുകളിലോ കല്ലുകളോ മണ്ണോ ഉപയോഗിച്ച് തടയണകൾ നിർമ്മിക്കുന്നതിനെയാണ് ഗല്ലി പ്ലഗിംഗ് എന്ന് വിളിക്കുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ വാട്ടർഷെഡ് മാനേജ്മെന്റിൽ പഞ്ചായത്തുകളുടെ പങ്ക് എന്താണ്? പദ്ധതികളുടെ ആസൂത്രണം, ജനപങ്കാളിത്തം ഉറപ്പാക്കൽ, നടപ്പാക്കൽ, പരിപാലനം എന്നിവ പഞ്ചായത്തുകൾ നിർവഹിക്കുന്നു. അടുത്ത ചോദ്യം,
വാട്ടർഷെഡ് കമ്മിറ്റി എന്നാൽ എന്താണ്? വാട്ടർഷെഡ് വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനായി പ്രാദേശിക തലത്തിൽ രൂപീകരിക്കുന്ന ജനപ്രതിനിധികളും ഗുണഭോക്താക്കളും ഉൾപ്പെടുന്ന കമ്മിറ്റി. അടുത്ത ചോദ്യം, വാട്ടർഷെഡ് മാനേജ്മെന്റിന്റെ കാര്യക്ഷമത എങ്ങനെ വർദ്ധിപ്പിക്കാം? വിവിധ വകുപ്പുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, കർഷകർ, സന്നദ്ധ സംഘടനകൾ എന്നിവയുടെ സഹകരണത്തിലൂടെ. അടുത്ത ചോദ്യം, വാട്ടർഷെഡ് മാനേജ്മെന്റിൽ ഉൾപ്പെടുന്ന പ്രധാന വകുപ്പുകൾ ഏതെല്ലാം? കൃഷി വകുപ്പ്, മണ്ണ് സംരക്ഷണ വകുപ്പ്, വനം വകുപ്പ്, ജലവിഭവ വകുപ്പ്, തദ്ദേശ സ്വയംഭരണ വകുപ്പ്. അടുത്ത ചോദ്യം, വാട്ടർഷെഡ് മാനേജ്മെന്റിന്റെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാം? സമഗ്ര വികസനം, ജനപങ്കാളിത്തം, പ്രകൃതി വിഭവ സംരക്ഷണം, സുസ്ഥിര വികസനം, വികേന്ദ്രീകൃത ആസൂത്രണം. അടുത്ത ചോദ്യം, കേരളത്തിൽ മണ്ണൊലിപ്പ് തടയാൻ ഉപയോഗിക്കുന്ന പ്രധാന മാർഗം? കോണ്ടൂർ ബണ്ടിംഗ്. കോണ്ടൂർ ബണ്ടിംഗ് എന്നാൽ എന്താണ്? ചരിഞ്ഞ ഭൂപ്രകൃതിക്ക് കുറുകെ മണ്ണ് കൊണ്ട് ചെറിയ വരമ്പുകൾ അല്ലെങ്കിൽ ബണ്ടുകൾ നിർമ്മിക്കുന്നതിനെയാണ് കോണ്ടൂർ ബണ്ടിംഗ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ചെക്ക് ഡാം എന്താണ്? ചെറിയ തടയണ നിർമ്മിച്ച് വെള്ളം തടഞ്ഞു നിർത്തുന്ന സംവിധാനം. അടുത്ത ചോദ്യം, കേരളത്തിലെ പ്രധാന ജലസംഭരണ വികസന പദ്ധതി? ആൻസർ WDC-PMKSY, വാട്ടർഷെഡ് ഡെവലപ്മെന്റ് കമ്പണന്റ്, പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. അടുത്ത ചോദ്യം, IWMP എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്താണ്? ഇൻ്റഗ്രേറ്റഡ് വാട്ടർഷെഡ് മാനേജ്മെന്റ് പ്രോഗ്രാം. IWMP ഇപ്പോൾ ഏത് പദ്ധതിയുടെ ഭാഗമാണ്? WDC-PMKSY, വാട്ടർഷെഡ് ഡെവലപ്മെന്റ് കമ്പണന്റ്, പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന. അടുത്ത ചോദ്യം, കോണ്ടൂർ ട്രെഞ്ചുകൾ എന്താണ്? ചരിവുള്ള പ്രദേശങ്ങളിൽ മഴവെള്ളം തടയാൻ നിർമ്മിക്കുന്ന കുഴികൾ. അടുത്ത ചോദ്യം, എന്താണ് മൾച്ചിങ്? മണ്ണിന്റെ മുകളിൽ ജൈവവസ്തുക്കൾ വിരിച്ച് ഈർപ്പം സംരക്ഷിക്കുന്ന രീതി. അടുത്ത ചോദ്യം, ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? കേരളത്തിലെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ വാട്ടർഷെഡ് പദ്ധതികളിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. 2, മണ്ണൊലിപ്പ് വർദ്ധിപ്പിക്കുന്നതാണ് വാട്ടർഷെഡ് വികസനത്തിന്റെ ലക്ഷ്യം. 3, വാട്ടർഷെഡ് വികസനത്തിൽ ചെക്ക് ഡാമുകൾ നിർമ്മിക്കുന്നു. 4, കേരളത്തിൽ വാട്ടർഷെഡ് വികസന പദ്ധതികൾ പ്രധാനമായും ഗ്രാമപ്രദേശങ്ങൾ നടപ്പാക്കുന്നു. ആൻസർ 1, 3, 4 ശരിയാണ്, 2 തെറ്റാണ്. അടുത്ത ചോദ്യം, ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1, ഭൂഗർഭ ജലനിരപ്പ് ഉയർത്താൻ വാട്ടർഷെഡ് മാനേജ്മെന്റ് സഹായിക്കുന്നു. 2, മഴവെള്ള സംഭരണം വാട്ടർഷെഡ് പദ്ധതികളുടെ ഭാഗമല്ല. 3, കേരളത്തിൽ ഹരിത കേരള മിഷൻ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുന്നു. 4, വാട്ടർഷെഡ് വികസനം കാർഷികോൽപാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ആൻസർ 1, 3, 4 ശരിയാണ്, 2 തെറ്റാണ്. അടുത്ത ചോദ്യം, ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1, വാട്ടർഷെഡ് മാനേജ്മെന്റിൽ ജനപങ്കാളിത്തം ആവശ്യമില്ല. 2, മഴയുടെ ഒഴുക്ക് നിയന്ത്രിക്കുന്നത് വാട്ടർഷെഡ് വികസനത്തിന്റെ ഭാഗമാണ്. 3, കേരളത്തിലെ മലനിരകൾ നിരവധി വാട്ടർഷെഡുകളുടെ ഉറവിടങ്ങളാണ്. 4, വനനശീകരണം വാട്ടർഷെഡ് സംരക്ഷണത്തിന് സഹായകമാണ്. ആൻസർ 2, 3 ശരിയാണ്, 1, 4 തെറ്റാണ്. അടുത്ത ചോദ്യം, ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? 1, മണ്ണിന്റെ ഈർപ്പം നിലനിർത്താൻ വാട്ടർഷെഡ് പദ്ധതികൾ സഹായിക്കുന്നു. 2, കേരളത്തിൽ ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ പങ്കാളികളാകുന്നു. 3, വാട്ടർഷെഡ് പ്രദേശം പ്രകൃതിദത്ത അതിരുകളാൽ നിർണ്ണയിക്കപ്പെടുന്നു. 4, വാട്ടർഷെഡ് മാനേജ്മെന്റ് വെള്ളപ്പൊക്ക നിയന്ത്രണത്തിന് സഹായകരമല്ല.
ആൻസർ 1, 2, 3 ശരിയാണ്, 4 തെറ്റാണ്. അടുത്ത ചോദ്യം, ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? 1. കോണ്ടൂർ ബണ്ടുകൾ വാട്ടർഷെഡ് വികസനത്തിലെ ഒരു സാങ്കേതിക വിദ്യയാണ്. 2. വാട്ടർഷെഡ് വികസനം വരൾച്ചാ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നു. 3. കേരളത്തിലെ എല്ലാ വാട്ടർഷെഡുകളും ഒരേ വലിപ്പമുള്ളവയാണ്. 4. മഴവെള്ളം പാഴാകാതെ സംരക്ഷിക്കുന്നത് വാട്ടർഷെഡ് മാനേജ്മെന്റിന്റെ ലക്ഷ്യമാണ്. ആൻസർ 1, 2, 4 ശരിയാണ്, 3 തെറ്റാണ്. അടുത്ത ചോദ്യം, ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? വാട്ടർഷെഡ് വികസനത്തിൽ വൃക്ഷത്തൈ നട്ടുപിടിപ്പിക്കൽ ഉൾപ്പെടുന്നു. 2. ജലസംരക്ഷണം കാർഷിക മേഖലയ്ക്ക് ഗുണം ചെയ്യില്ല. 3. കേരളത്തിലെ മലബാർ മേഖലയിൽ നിരവധി വാട്ടർഷെഡ് പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. 4. വാട്ടർഷെഡ് വികസനം പരിസ്ഥിതി സംരക്ഷണത്തിന് സഹായിക്കുന്നു. ആൻസർ 1, 3, 4 ശരിയാണ്, 2 തെറ്റാണ്. അടുത്ത ചോദ്യം, ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ജലസംഭരണ മേഖല വികസനം ഒരു സമഗ്ര വികസന സമീപനമാണ്. 2. മണ്ണൊലിപ്പ് തടയുന്നതിന് വാട്ടർഷെഡ് വികസനത്തിന് പങ്കില്ല. 3. കേരളത്തിലെ നദീതട വികസനവുമായി വാട്ടർഷെഡ് മാനേജ്മെന്റിന് ബന്ധമുണ്ട്. 4. വാട്ടർഷെഡ് വികസനത്തിൽ ഭൂഗർഭ ജല പുനർനിറവ് പ്രോത്സാഹിപ്പിക്കുന്നു. ആൻസർ 1, 3, 4 ശരിയാണ്, 2 തെറ്റാണ്. അടുത്ത ചോദ്യം, ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? കേരളത്തിലെ പശ്ചിമഘട്ടം നിരവധി നദികളുടെ വാട്ടർഷെഡ് മേഖലയാണ്. 2. വാട്ടർഷെഡ് വികസനം ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് സഹായകരമാണ്. 3. മണ്ണിന്റെ ഫലഭൂയിഷ്ഠത വർദ്ധിപ്പിക്കാൻ വാട്ടർഷെഡ് മാനേജ്മെന്റ് സഹായിക്കുന്നു. 4. മഴവെള്ളം വേഗത്തിൽ കടലിലേക്ക് ഒഴുക്കിവിടുക എന്നതാണ് വാട്ടർഷെഡ് വികസനത്തിന്റെ ലക്ഷ്യം. ആൻസർ 1, 2, 3 ശരിയാണ്, 4 തെറ്റാണ്. അടുത്ത ചോദ്യം, ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? വാട്ടർഷെഡ് മാനേജ്മെന്റ് കേരളത്തിലെ ജലസംരക്ഷണ പ്രവർത്തനങ്ങളിൽ കുളങ്ങളും കിണറുകളും പുനരുജ്ജീവിപ്പിക്കുന്നു. 2. വാട്ടർഷെഡ് മാനേജ്മെന്റ് കാർഷിക മേഖലയുമായി ബന്ധമില്ല. 3. വാട്ടർഷെഡ് വികസനത്തിൽ സാമൂഹികാധിഷ്ഠിത സമീപനം സ്വീകരിക്കുന്നു. 4. ജലലഭ്യത വർദ്ധിപ്പിക്കാൻ വാട്ടർഷെഡ് പദ്ധതികൾ സഹായിക്കുന്നു. ആൻസർ 1, 3, 4 ശരിയാണ്, 2 തെറ്റാണ്. അടുത്ത ചോദ്യം, ജലസംഭരണ മേഖല മാനേജ്മെന്റിൽ പഞ്ചായത്തുകളുടെ പങ്ക് എന്താണ്? ആൻസർ പദ്ധതി ആസൂത്രണം, നടപ്പാക്കൽ, മേൽനോട്ടം. അടുത്ത ചോദ്യം, ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? എ. ഇൻ്റഗ്രേറ്റഡ് വാട്ടർഷെഡ് മാനേജ്മെന്റ് പ്രോഗ്രാം ഒരു ദേശീയ പദ്ധതിയാണ്. ഇൻ്റഗ്രേറ്റഡ് വാട്ടർഷെഡ് മാനേജ്മെന്റ് നിലവിൽ PMKSYയുടെ വാട്ടർഷെഡ് ഡെവലപ്മെന്റ് കമ്പണന്റായി സംയോജിപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻസ് 1 എ മാത്രം, 2 ബി മാത്രം, 3 എയും ബിയും ശരി, 4 എയും ബിയും തെറ്റ്. ആൻസർ 3 ആണ്, എയും ബിയും ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. കേരളത്തിൽ വാട്ടർഷെഡ് ഡെവലപ്മെന്റ് പ്രവർത്തനങ്ങളുടെ പ്രധാന നോഡൽ വകുപ്പ് സോയിൽ സർവേ ആൻഡ് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റ് ആണ്. ബി. ഈ വകുപ്പ് മണ്ണ് സംരക്ഷണ പ്രവർത്തനങ്ങളും നടപ്പാക്കുന്നു. ഓപ്ഷൻസ് 1 എ മാത്രം, 2 ബി മാത്രം, 3 രണ്ടും ശരി, 4 രണ്ടും തെറ്റ്. ആൻസർ 3 ആണ്, 2 ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. എ. കേരള സ്റ്റേറ്റ് ലാൻഡ് യൂസ് ബോർഡ് ഭൂവിനിയോഗ ആസൂത്രണവുമായി ബന്ധപ്പെട്ട സ്ഥാപനമാണ്. ബി. ഇത് വാട്ടർഷെഡ് അടിസ്ഥാനത്തിലുള്ള വികസന പദ്ധതികൾക്ക് സാങ്കേതിക സഹായം നൽകുന്നു. ഓപ്ഷൻസ് 1 എ മാത്രം, 2 ബി മാത്രം, 3 രണ്ടും ശരി, 4 രണ്ടും തെറ്റ്. ആൻസർ 3 ആണ്, 2 ശരി. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക.
എ. നബാർഡ് വാട്ടർഷെഡ് പദ്ധതികൾക്ക് ധനസഹായം നൽകുന്നു. ബി. നബാർഡ് വാട്ടർഷെഡ് ഡെവലപ്മെന്റ് ഫണ്ട് രൂപീകരിച്ചിട്ടുണ്ട്. ഓപ്ഷൻസ് 1 എ മാത്രം, 2 ബി മാത്രം, 3 രണ്ടും ശരി, 4 രണ്ടും തെറ്റ്. ആൻസർ 3 ആണ് രണ്ടും ശരി. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. എ. ചെക്ക് ഡാമുകൾ വാട്ടർഷെഡ് മാനേജ്മെന്റിന്റെ പ്രധാന ഘടകമാണ്. ബി. മഴവെള്ള സംഭരണം വാട്ടർഷെഡ് മാനേജ്മെന്റിന്റെ ഭാഗമല്ല. ഓപ്ഷൻസ് 1 എ മാത്രം, 2 ബി മാത്രം, 3 രണ്ടും ശരി, 4 രണ്ടും തെറ്റ്. ആൻസർ 1 ആണ് എ മാത്രം, അതാണ് ശരി. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. വാട്ടർഷെഡ് കമ്മിറ്റി പ്രാദേശിക തലത്തിൽ രൂപീകരിക്കപ്പെടുന്നു. ബി. വാട്ടർഷെഡ് കമ്മിറ്റിയിൽ ഗുണഭോക്താക്കൾക്കും പ്രാതിനിധ്യം ലഭിക്കുന്നു. ഓപ്ഷൻസ് 1 എ മാത്രം, 2 ബി മാത്രം, 3 രണ്ടും ശരി, 4 രണ്ടും തെറ്റ്. ആൻസർ 3 ആണ് രണ്ടും ശരി. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. വെസ്റ്റേൺ ഗാട്സ് ഡെവലപ്മെന്റ് പ്രോഗ്രാം പ്രകൃതി വിഭവ സംരക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്. ബി. പശ്ചിമഘട്ട മേഖലയിലെ സുസ്ഥിര വികസനം ഇതിന്റെ ലക്ഷ്യമാണ്. ഓപ്ഷൻസ് 1 എ മാത്രം, 2 ബി മാത്രം, 3 രണ്ടും ശരി, 4 രണ്ടും തെറ്റ്. ആൻസർ 3 ആണ് രണ്ടും ശരിയാണ്. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. എ. വാട്ടർഷെഡ് മാനേജ്മെന്റ് ഒരു സമഗ്ര വികസന സമീപനമാണ്. ബി. പ്രകൃതി വിഭവ സംരക്ഷണം ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണ്. ഓപ്ഷൻസ് 1 എ മാത്രം, 2 ബി മാത്രം, 3 രണ്ടും ശരി, 4 രണ്ടും തെറ്റ്. ആൻസർ 3 ആണ് രണ്ടും ശരി. അടുത്ത ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. എ. വാട്ടർഷെഡ് മാനേജ്മെന്റിൽ വനം വകുപ്പ്, കൃഷി വകുപ്പ്, ജലവിഭവ വകുപ്പ് എന്നിവ പങ്കാളികളാകുന്നു. ബി. ഇതൊരു ബഹുവകുപ്പ് സമീപനമാണ്, അതായത് മൾട്ടി ഡിസിപ്ലിനറി. ഓപ്ഷൻസ് 1 എ മാത്രം, 2 ബി മാത്രം, 3 രണ്ടും ശരി, 4 രണ്ടും തെറ്റ്. ആൻസർ 3 ആണ് രണ്ടും ശരിയാണ്. അടുത്ത ചോദ്യം, പ്രസ്താവനകൾ പരിഗണിക്കുക. 1. വാട്ടർഷെഡ് എന്നത് ഒരു പൊതുവായ ജല നിർഗമന സ്ഥാനത്തേക്ക് വെള്ളം ഒഴുകിച്ചേരുന്ന ഭൂപ്രദേശമാണ്. 2. എല്ലാ വാട്ടർഷെഡുകളും നദികളുമായി മാത്രം ബന്ധപ്പെട്ടിരിക്കുന്നു. ഓപ്ഷൻസ് എ 1 മാത്രം ശരി, ബി 2 മാത്രം ശരി, സി 2 ശരിയാണ്, ഡി 2 തെറ്റാണ്. ആൻസർ എ ആണ് 1 മാത്രമാണ് ശരി. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് വാട്ടർഷെഡ് മാനേജ്മെന്റിന്റെ ലക്ഷ്യങ്ങൾ? 1. മണ്ണൊലിപ്പ് നിയന്ത്രണം, 2. ഭൂഗർഭജല പുനർനിറവ്, 3. കാർഷിക ഉൽപാദന വർധന. ഓപ്ഷൻസ് എ 1 മാത്രം, ബി 1 2 മാത്രം, സി 1 2 3, ഡി 2 3 മാത്രം. ആൻസർ സി ആണ് 1 2 3. അടുത്ത ചോദ്യം, കൃഷിയിടങ്ങളിൽ ജലസംഭരണത്തിനായി നിർമ്മിക്കുന്ന ചെറിയ ജലാശയം ഏത്? ആൻസർ ഫാം പോണ്ട്. കേരളത്തിലെ വാട്ടർഷെഡ് മാനേജ്മെന്റിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന 2 ഘടകങ്ങൾ ഏത്? ആൻസർ ജലസംരക്ഷണവും മണ്ണ് സംരക്ഷണവും. അടുത്ത ചോദ്യം, നാഷണൽ വാട്ടർഷെഡ് ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ഫോർ റെയിൻഫെഡ് ഏരിയാസ് പദ്ധതിയുടെ ലക്ഷ്യം? ആൻസർ മഴയെ ആശ്രയിച്ചുള്ള കൃഷിഭൂമികളുടെ വികസനം, മണ്ണ് ജല സംരക്ഷണം. അടുത്ത ചോദ്യം, ഇൻ്റഗ്രേറ്റഡ് വാട്ടർഷെഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ആരംഭിച്ച വർഷം? 2009. ഇൻ്റഗ്രേറ്റഡ് വാട്ടർഷെഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം പിന്നീട് ലയിച്ച പദ്ധതി? പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന, കേരളത്തിലെ ജലസംരക്ഷണ മിഷൻ, ഹരിത കേരളം മിഷൻ.
അടുത്ത ചോദ്യം, പശ്ചിമഘട്ട മേഖലകളിലെ ജലസംരക്ഷണത്തിനായി നടപ്പാക്കിയ പദ്ധതി ഏത്? ആൻസർ, വെസ്റ്റേൺ ഘാട്സ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. ഈ പദ്ധതിയിൽ ഉൾപ്പെടുന്ന ജില്ലകൾ വയനാട്, ഇടുക്കി, പത്തനംതിട്ട. അടുത്ത ചോദ്യം, ഹരിത കേരളം മിഷൻ പദ്ധതിയുടെ ലക്ഷ്യം? ജലാശയ പുനരുജ്ജീവനം, തോട് സംരക്ഷണം, കുളം നവീകരണം. അടുത്ത ചോദ്യം, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീമിന് വാട്ടർഷെഡ് മാനേജ്മെന്റുമായുള്ള ബന്ധം? ചെക്ക് ഡാം നിർമ്മാണം, കുളം നവീകരണം, മഴവെള്ള സംഭരണ പ്രവർത്തനങ്ങൾ. അടുത്ത ചോദ്യം, ഗ്രാമീണ ജലവിതരണ പദ്ധതി? ആൻസർ, ജലനിധി. ജലനിധി പദ്ധതിയുടെ ലക്ഷ്യം ഗ്രാമീണ കുടിവെള്ള സംരക്ഷണം, ജലവിഭവ മാനേജ്മെന്റ്. അടുത്ത ചോദ്യം, റിമോട്ട് സെൻസിങ്ങും ജിസും വാട്ടർഷെഡ് മാനേജ്മെന്റിനെ എങ്ങനെ സഹായിക്കുന്നു? ആൻസർ, ഭൂമിയുടെ ഉപയോഗം മാപ്പ് ചെയ്യുന്നു, മണ്ണൊലിപ്പ് സാധ്യതയുള്ള സ്ഥലങ്ങൾ കണ്ടെത്തുന്നു, പ്ലാനിംഗ് ആൻഡ് ഇന്റഗ്രേറ്റഡ് വാട്ടർഷെഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. സംയോജിത നീർത്തട വികസന പദ്ധതി എന്നാണ് ഇന്റഗ്രേറ്റഡ് വാട്ടർഷെഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം അറിയപ്പെടുന്നത്. 2027 55 ദശലക്ഷം ഹെക്ടർ സ്ഥലത്ത് നീർത്തട സംരക്ഷണവും പരിപാലനവും ലക്ഷ്യം വെച്ച് ഗ്രാമവികസന മന്ത്രാലയത്തിലെ ഭൂവിഭവ വകുപ്പ് 2009 മുതൽ സംയോജിത നീർത്തട വികസന പദ്ധതി നടപ്പാക്കുന്നു. ചൈനയ്ക്ക് ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നീർത്തട പദ്ധതിയാണ് ഇന്ത്യയിലെ ഇന്റഗ്രേറ്റഡ് വാട്ടർഷെഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം. അടുത്ത ചോദ്യം, ഇന്റഗ്രേറ്റഡ് വാട്ടർഷെഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ ലക്ഷ്യം? നീർത്തട മാനേജ്മെന്റ് സംരംഭങ്ങളിലൂടെ മണ്ണ്, ജലം തുടങ്ങിയ നശിച്ചുകൊണ്ടിരിക്കുന്ന പ്രകൃതി വിഭവങ്ങളെ സംരക്ഷിച്ച് വികസിപ്പിച്ചുകൊണ്ട് പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കുക. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കുന്ന ഈ പദ്ധതിക്ക് 90:10 എന്ന അനുപാതത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ധനസഹായം നൽകുന്നു. മണ്ണൊലിപ്പ് തടയൽ, പ്രകൃതിദത്ത സസ്യങ്ങളുടെ പുനരുജ്ജീവനം, മഴവെള്ള സംഭരണം, ഭൂഗർഭ ജലവിതാനം, റീചാർജ് ചെയ്യൽ എന്നിവയാണ് പ്രധാനമായും ഈ പദ്ധതി വഴി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഇന്റഗ്രേറ്റഡ് വാട്ടർഷെഡ് ഡെവലപ്മെന്റ് പ്രോഗ്രാം ജനങ്ങളുടെ ജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുന്നു? ഇത് മൾട്ടി ക്രോപ്പിംഗും വൈവിധ്യമാർന്ന കാർഷികാധിഷ്ഠിത പ്രവർത്തനങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നു. നീർത്തട പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾക്ക് സുസ്ഥിരമായ ഉപജീവന മാർഗം പ്രദാനം ചെയ്യാൻ സഹായിക്കുന്നു. അടുത്ത ചോദ്യം, IWMB പദ്ധതി PMKSY അതായത് പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജനയിൽ ഉൾപ്പെടുത്തിയ വർഷം 2015. അടുത്ത ചോദ്യം, എന്താണ് ഹരിയാലി പദ്ധതി? കുടിവെള്ളം, ജലസേചനം, മത്സ്യബന്ധനം, വനവൽക്കരണം എന്നിവയ്ക്കായി ജലം സംരക്ഷിക്കാൻ ഗ്രാമീണ ജനതയെ പ്രാപ്തരാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സർക്കാർ സ്പോൺസർ ചെയ്യുന്ന ഒരു നീർത്തട വികസന പദ്ധതിയാണ് ഹരിയാലി. ജനകീയ പങ്കാളിത്തത്തോടെ ഗ്രാമപഞ്ചായത്തുകളാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. അടുത്ത ചോദ്യം, നീരു മീരു എന്ന ജലസംരക്ഷണ പദ്ധതി നടപ്പാക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? ആൻസർ, ആന്ധ്രാപ്രദേശ്. അർവാരി പാനി സൻസദ് എന്ന ജലസംരക്ഷണ പദ്ധതി നടപ്പാക്കുന്നത് ഏത് സംസ്ഥാനത്താണ്? ആൻസർ, രാജസ്ഥാനിലെ അൽവാറിൽ. അടുത്ത ചോദ്യം, എന്താണ് മഴവെള്ള സംഭരണം? വീടുകളിലും സ്ഥാപനങ്ങളിലും മഴവെള്ള ടാങ്കുകൾ സ്ഥാപിക്കൽ, മേൽക്കൂരയിലെ മഴവെള്ളം ശേഖരിച്ച് ഉപയോഗിക്കൽ. അടുത്ത ചോദ്യം, എന്താണ് ടെറസിംഗ്? ചരിഞ്ഞ പ്രദേശങ്ങളെ പടവുകളാക്കി അല്ലെങ്കിൽ സ്റ്റെപ്സ് ആക്കി മാറ്റി മണ്ണ് ജലസംരക്ഷണ രീതിയാണ് ടെറസിംഗ്. ഇത് ഒഴുക്കുവെള്ളത്തിന്റെ വേഗത കുറയ്ക്കുകയും മണ്ണൊലിപ്പ് തടഞ്ഞ് വെള്ളം മണ്ണിലേക്ക് ഇറങ്ങാൻ സഹായിക്കുകയും ചെയ്യുന്നു. അടുത്ത ചോദ്യം, ഭൂഗർഭ ജല
പുനർനിറവ് വർദ്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സംവിധാനം? റീചാർജ് പിറ്റ് അല്ലെങ്കിൽ മഴക്കുഴി. അടുത്ത ചോദ്യം, കാസർഗോഡിലെ പ്രത്യേക ജലശേഖരണ സംവിധാനം? സുരംഗം. കുന്നുകളുടെ അടിവാരങ്ങളിൽ നിന്ന് ജലസ്രോതസ്സുകളിലേക്ക് തിരശ്ചീനമായി തുരങ്കങ്ങൾ നിർമ്മിച്ച് വെള്ളം ശേഖരിക്കുന്ന സംവിധാനമാണിത്. അടുത്ത ചോദ്യം, ഭൂഗർഭ ജലനിരപ്പ് ഉയർത്താൻ സഹായിക്കുന്ന കൃത്രിമ ജലസംഭരണി സംവിധാനം? ആൻസർ, പെർക്കലേഷൻ ടാങ്ക്.